പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും. സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. ശിവനായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലരെയും നാഥായി നീക്കും. ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിനെയും നാഥായി നയിക്കും.
ആരനേകം പുത്രന്മാരെ വിവാഹത്തിലേക്ക് നയിക്കുന്നു. ആ രക്ഷയുടെ കർത്താവെ, അവിടുന്ന് സഹനം വഴി പരിപൂർണരാകുന്നതിൽ ഉചിതമായിരുന്നു. വിശദീകരിക്കപ്പെടുന്നവരും ഉത്ഭവിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ. അതിനാൽ അവരെ സഹോദരർ എന്ന് വിളിക്കാൻ അവർ രക്ഷിച്ചില്ല. അവൻ പറയുന്നു, അങ്ങേ നാമം എന്റെ സഹോദരരെ ഞാൻ അറിയിക്കും. സഭാമതി അങ്ങേക്ക് ഞാൻ സ്തുതിക്കണം ആരംഭിക്കും. വീണ്ടും ഞാൻ അവരെ വിശ്വാസം അർപ്പിക്കും എന്ന് ഞാനും എനിക്ക് ദൈവം നൽകിയ മക്കളും എന്ന് അവൻ പറയും. മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗവാക്കാവുന്നതുപോലെ അവരും അവയിൽ ഭാഗവാക്കായി. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. എന്തെന്നാൽ അവൻ സ്വന്തമായി എടുത്ത് ദൂതന്മാരെയല്ല, അബ്രഹാമിന്റെ സന്തതിയാണ്. ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാനമന്ത്രിയാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തന്റെ സഹോദരനോട് സദൃശനാകിയിരുന്നു. അവൻ പീഡസഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. പരിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകുവാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിൽ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവനെ കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. യേശു മറുപടി പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പിശാച് അവനെ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിന്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ
ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്നെ സംരക്ഷിക്കുവാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവൻ നിന്റെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്നും എഴുതപ്പെട്ടിരിക്കുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വലിയ നോമ്പിനോടനുബന്ധിച്ച് എറണാകുളം മാധ്യമ രൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പ് വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് നൽകുന്ന സന്ദേശം. ഈശ്വര പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവിന്റെ പീഠാനുഭവങ്ങളെ ആഴത്തിൽ ധ്യാനിക്കുന്ന വലിയ നോമ്പിന്റെ ദിനങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. മാനസാന്തരത്തിലൂടെയും ജീവിത നവീകരണത്തിലൂടെയും കർത്താവിന്റെ ഉയർപ്പ് തിരുനാളിന് ഒരുങ്ങുവാൻ ഒരാൺപാടത്തിൽ 50 ദിനങ്ങൾ തിരുസഭ മാറ്റിവെച്ചിരിക്കുകയാണ്. മനുഷ്യനെ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നു എന്ന ഹൃദയസ്പർശിയായ ഗാനം ആലപിച്ച് നെറ്റി അനുതാപത്തിന്റെ ചാരപൂശിയാണ് നാം നോമ്പിന്റെ കവാടം കടക്കുന്നത്. പാപത്തെ ഉപേക്ഷിച്ച് നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈശോ നമ്മോട് സ്നേഹത്തോടെ ആവശ്യപ്പെടുന്ന ദിവസങ്ങൾ നമ്മൾ വ്യക്തി ജീവിതത്തിൽ ആത്മീയ ഉണർവിന്റെ അവസരമാകട്ടെ. കുരിശുമരണത്തിലൂടെ നമുക്ക് രക്ഷ നേടി തന്ന ഈശോയോടൊപ്പം ഈ നോമ്പിന്റെ ദിനങ്ങളിൽ നമുക്ക് സഞ്ചരിക്കാം. പലപ്പോഴും നോമ്പ് എന്നത് ഭക്ഷണത്തിൽ വരുത്തുന്ന നിയന്ത്രണവും ബാഹ്യമായ ചില പ്രായശ്ചിത്ത പ്രവർത്തനങ്ങളും മാത്രമായി നാം ചുരുക്കാറുണ്ട്. എന്നാൽ നോമ്പിന്റെ യഥാർത്ഥ അർത്ഥം ഹൃദയ പരിവർത്തനം ആണ് എന്നത് മറക്കരുത്. ഹൃദയ പരിവർത്തനം 3 തലങ്ങളിൽ നമ്മുടെ ജീവിത നവീകരണത്തിനായി സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, പാപത്തിലൂടെയും അമിതമായ ലൗകിക മോഹങ്ങളിലൂടെയും ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ള നാം ആ അകൽച്ച അവസാനിപ്പിച്ച് ഒരു മകൻ അല്ലെങ്കിൽ മകൻ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങി വരുന്നത് പോലെ ദൈവത്തിലേക്ക് തിരിയണം. വിശുദ്ധ കുംഭസാരത്തിലൂടെ നോമ്പാരംഭത്തിൽ തന്നെ നമ്മുടെ പാപഭാരങ്ങളെ നീക്കിക്കളയുവാനും നോമ്പിന്റെ എല്ലാ ദിവസങ്ങളിലും സാധിക്കുന്നിടത്തോളം മുടങ്ങാതെ വിശുദ്ധ കുർബാനയുടെ സ്വീകരണം നടത്തുവാനും നാം ശ്രദ്ധിക്കണം. രണ്ടാമതായി, ആത്മാവിൽ അടിഞ്ഞുകൂടിയ അഴുക്കുകളെ നീക്കിക്കളഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയും ധ്യാനവും വചനവായനയും വഴി കൂടുതൽ വിശുദ്ധിയിലേക്ക് കടന്നു വരുവാനും ദൈവത്തിന് വസിക്കുവാനും പാകത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുവാനും പര്യാപ്തമാകുന്ന പ്രക്രിയയായ ആത്മവിശുദ്ധീകരണത്തെ ശ്രദ്ധിക്കണം. ഈ നോമ്പുകാലത്ത് ഓരോ ഭവനവും ഒരു പ്രാർത്ഥനാലയമായി തീരട്ടെ. കുടുംബം ഒരുമിച്ചിരുന്ന് വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും ധ്യാനിക്കുകയും വേണം. വിപുതി മുതൽ ഉദാഹരണം വരെയുള്ള ഓരോ ദിവസവും ദൈവവചനത്താൽ നയിക്കപ്പെടുവാൻ നാം ആഗ്രഹിച്ച് പരിശ്രമിക്കണം. നോമ്പുകാലത്ത് അനുദിന സന്ധ്യാപ്രാർത്ഥനയുടെയും വെള്ളിയാഴ്ചയിൽ കുരിശിന് വഴി പ്രാർത്ഥനാപൂർവ്വം മുടക്കം കൂടാതെ ഭവനങ്ങളിൽ ചൊല്ലുവാൻ ശ്രദ്ധിക്കണം. മൂന്നാമതായി, ഈശോയുടെ സഹജീവിതത്തോടെ യോജിച്ചുകൊണ്ട് നോമ്പ് ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ സഹനാനുഭവങ്ങളെ ദൈവാനുഭവമായി മാറ്റുവാൻ നാം പരിശ്രമിക്കണം. മരുഭൂമി 40 രാവും പകലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചെലവഴിച്ച ക്രിസ്തുവിന്റെ അനുഭവത്തിൽ പങ്കുചേരുക എന്നതാണ് നോമ്പിന്റെ സാരം. അവിടുത്തെ സഹനങ്ങളോട് നമ്മുടെ കൊച്ചു സഹനങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ അവയ്ക്ക് രക്ഷാകരമായ മൂല്യം ലഭിക്കുന്നു. ഈ അർത്ഥത്തിലാണ് നാം നോമ്പുകാലത്ത് മാംസാഹാരം ചെയ്യുകയും വിപുലി തിരുനാളിൽ ദുഃഖവെള്ളിയാഴ്ചയിലും ഉപവസിക്കുന്നത്. ജൈവികമായ മോഹങ്ങൾക്കും ദുശീലങ്ങൾക്കും മേൽ ആത്മാവിനെ വിശീല നേടി കൊടുക്കുക എന്നതാണ് നോമ്പാചാരത്തിന്റെ പ്രധാനമായ ലക്ഷ്യം. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും മറ്റു ഭക്താനുഷ്ഠാനങ്ങളിലൂടെയും നമ്മുടെ ശരീരത്തെ ദൈവഹിതത്തിന് കീഴ്പ്പെടുവാൻ പരിശീലിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് എന്ന സത്യം എന്നും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. പ്രാർത്ഥന, നോമ്പ്, ഉപവാസം തുടങ്ങിയ വ്യക്തിപരമായ അനുഷ്ഠാനങ്ങളുടെയും വിശുദ്ധ ബലിയർപ്പണം
മറ്റ് പ്രാർത്ഥനാനുഷ്ഠാനങ്ങൾ, കുരിശിന് വഴി തുടങ്ങിയ പൊതുവായ പ്രാർത്ഥനാ അനുഭവങ്ങളിലൂടെയും ആത്മീയമായ വിശുദ്ധി സ്വയത്തമാക്കുവാനുള്ള നോമ്പുകാലത്തെ ദിനങ്ങളായി മാറ്റാം. വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത് പോലെ ദൈവഹിതത്തോട് പോരാടുന്ന ശരീരത്തിന്റെ പ്രവണതകളെ ചെറുക്കുവാൻ സാധിക്കുക എന്നത് ആത്മീയമായ നിറവിന്റെ ലക്ഷണമാണ്. നമ്മൾ അതിലൂടെ നോമ്പുകാലത്തോടനുബന്ധിച്ച് വിവിധ ഇടവകളുടെയും കുടുംബയൂണിറ്റുകളുടെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന മലയത്തൂത്തിൽ കാണണം പ്രത്യേകം പ്രോത്സാഹിപ്പിക്കേണ്ടതും വിശുദ്ധ പാതയിലൂടെ ഒരുമിച്ചുള്ള യാത്രയായി ഇതിനെ കാണേണ്ടതുമാണ്. കരുണയുടെ മുഖമില്ലാതെ നടത്തുന്ന നോമ്പാചരണവും ഉപവാസവും അർത്ഥശൂന്യമാണ് എന്ന സത്യം തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. ഓർമ്മിപ്പിക്കുന്നത് പോലെ വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവർത്തിയാതിരിക്കുകയും ചെയ്തവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കുവാൻ കഴിയുമോ? എല്ലാ ദുഷ്യങ്ങളുടെയും വിജയം നേടി ഉയർപ്പ് തിരുനാൾ ഒരുങ്ങുവാൻ കാരുണ്യത്തിന്റെ മുഖം പ്രതിഫലിപ്പിക്കുന്നവരാകണം നാം ഓരോരുത്തരും. നമ്മുടെ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ വിശക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും വേദന മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ആത്മീയമായ ഉണർവ് എപ്പോഴും കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നമ്മെ നയിക്കണം. നമ്മുടെ അതിരൂപതയിൽ ഒട്ടേറെ പാവപ്പെട്ടവരും രോഗികളുമുണ്ട്. ഉപവാസത്തിലൂടെ ലാഭിക്കുന്ന തുക അവശത അനുഭവിക്കുന്നവരെ സഹായിക്കുവാനും ആർഭാടങ്ങൾ ഒഴിവാക്കി ലളിതമായ ജീവിതശൈലി സ്വീകരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. നോമ്പുകാലത്ത് അതിരൂപതയുടെ ജീവകാരുണ്യ നിധിയിലൂടെ നാം നടത്തുന്ന നന്മ പ്രവർത്തനങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. വയനാട് ദുരന്തമുണ്ടായ അവസരത്തിൽ അതിരൂപതയിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് ലഭിച്ച സഹായം വഴി ഏതാണ്ട് 2 കോടി രൂപ ദുരിതബാധിതർക്കുള്ള വളരെ പെട്ടെന്നുള്ള സഹായമായി തുടർന്ന് ഭവന നിർമ്മാണത്തിനായി നൽകുവാൻ സാധിച്ചത് ഈ സമയം പ്രത്യേകം അനുസ്മരിക്കുന്നു. ഈ നോമ്പുകാലം സവിശേഷമായ ഒരു അനുരഞ്ജന കാലം ആകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഭിന്നതകൾ നിലനിൽക്കുന്നിടത്ത് ക്രൈസ്തവ ജീവിതം പൂർണ്ണമാകില്ല. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് അവിടെ വെച്ച് ഓർത്താൽ ആദ്യം പോയി സഹോദരനുമായി രമ്യപ്പെടുക. ഈ നോമ്പുകാലത്ത് നമ്മുടെ ഇടവകളും കുടുംബങ്ങളും നിലനിൽക്കുന്ന തർക്കങ്ങളും ഭിന്നതകളും വിദ്വേഷങ്ങളും അവസാനിപ്പിക്കുവാൻ നാം തയ്യാറാകണം. സഭയുടെ കൂട്ടായ്മയിൽ ഒരേ മനസ്സോടുകൂടി മുന്നേറുവാൻ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം പരിശ്രമിക്കാം. പ്രിയമക്കളെ, കുരിശില്ലാതെ ഉദ്ധാനമില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും വേദനകളെയും വിശ്വാസത്തോടെ സ്വീകരിച്ച് പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഈ നോമ്പുകാലം അതിലൂടെ വലിയൊരു ആത്മീയ വിപ്ലവത്തിന് തുടക്കം കുറിക്കട്ടെ. വിദേശത്തിന്റെ മതിലുകൾ തകർക്കപ്പെടുകയും സ്നേഹത്തിന്റെ പാലകൾ പണിയപ്പെടുകയും ചെയ്യട്ടെ. പരിശ്രീമാതാവിന്റെയും നമ്മുടെ പിതാവുമായ തോമാശ്ലീഹായുടെയും മധ്യസ്ഥം നമുക്ക് തുണയാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും ആശീർവദിക്കട്ടെ. മിശിഹായ സ്നേഹപൂർവ്വം ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പനാനി, എറണാകുളം അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി. നമുക്ക് സന്തോഷവും സമത്വം കൂടെ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് യാചിക്കാം. തപസ്സിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും അനുഭൂതിയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങളിലേക്ക് ഞങ്ങളെ അന്വേഷിക്കാതെ ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. സ്നേഹത്തിന്റെ വസ്തുവായ ഞങ്ങളുടെ ശരീരത്തെയും മനുഷ്യ ദുർവാസനകളെ ഞങ്ങളോട് ക്രൂശിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങൾക്ക് മാതൃകയും മനോധൈര്യം നൽകിയ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപതാധീശനുമായ മാതൃസംഘടനയും മറ്റെല്ലാ പ്രധാനമാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു.
സംസ്കാരത്തിലെയും ഉദാഹരണത്തിലെയും
മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാരൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനുവേണ്ടി അർപ്പിപ്പൂ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തെ സ്വർഗവാസികളായ ഇരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ഹൃദയന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാരായണേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. പരിശുദ്ധൻ
ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിശുമാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാം ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാം ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഈ കയ്യിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കു വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വ കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവാസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിനുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ.
സെന്റ് ജൂഡ് സെന്റ് മേരീസ് കാഴ്ചപ്പാടണം 470 രൂപ. 12ാം ക്ലാസ് വിദ്യാർത്ഥി മാതാപിതാക്കൾ അധ്യാപകർ 950 രൂപ. ഹിന്ദി കുർബാന 2747 രൂപ. അടുത്ത ഞായറാഴ്ച 22ാം തീയതി 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ 2ാം സെമസ്റ്റർ കാറ്റഗിസം പരീക്ഷയാണ്. 10:30 മുതൽ 12:30 വരെയായിരിക്കും പരീക്ഷ സമയം. 18ാം തീയതി ബുധനാഴ്ച വിഭൂതി ബുധനാഴ്ചയാണ്. കരിക്കുരിശുവരത്തിലെ ദിനമാണ്. രാവിലെ 6:15 ആയിരിക്കും ബുധനാഴ്ചത്തെ കർമ്മങ്ങൾ ആരംഭിക്കുക. വലിയ നോമ്പ് ആരംഭിക്കുകയാണ്. നോമ്പിൽ ചെയ്തതിലേക്ക് കടക്കുവാനായിട്ട് പരിശ്രമിക്കുക. സാധിക്കുക എല്ലാ ദിവസവും പള്ളിയിൽ വരിക. നമ്മുടെ ഉള്ളതിൽ നിന്ന് ഇല്ലാത്തവർക്കായി നോമ്പുകാല മാറ്റിവെക്കുക. നോമ്പുകാലത്ത് ഈ വ്യാഴാഴ്ച മുതൽ കുർബാന സമയത്ത് 15 മിനിറ്റ് മുമ്പ് കുരിശിന്റെ വഴി പ്രാർത്ഥന പള്ളിയിലായിരിക്കും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകിട്ട് 6 മണിയായിരിക്കും വിശുദ്ധ കുർബാന. തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുരിശിന്റെ വഴി. നോമ്പുകാല ആഘോഷങ്ങൾക്ക് ഉറപ്പുള്ള കാലമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സെയിന്റ് തോമസ് യൂണിറ്റ് ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് പൊന്നാശ്ശേരി രാജീവിന്റെ വസതിയിൽ വെച്ചും മദർ തെരേസ യൂണിറ്റ് 4 മണിക്ക് ലെക്സൺ ജോയിയുടെ വസതിയിൽ വെച്ചും പുതുശ്ശേരി ലെക്സൺ ജോയിയുടെ വസതിയിൽ വെച്ചും സമ്മേളിക്കുന്നതാണ്. ഈ കുർബാനയ്ക്ക് ശേഷം മാതൃസംഘത്തിന്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. അടുത്ത ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് പാരിഷ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. അതിരൂപതയിലെ വൈദികരുടെ ട്രാൻസ്ഫർ ഫെബ്രുവരി മാസം 28ാം തീയതി ശനിയാഴ്ചയാണ്. നമ്മുടെ പുതിയ വികാരിയായി എത്തിച്ചേരുന്നത് ഇപ്പോൾ നൽവട്ടപ്പള്ളിയിൽ സേവനം ചെയ്യുന്ന വെല്ലം ഭവാനിയിലെ ആരോഗ്യം ഇടവകയിലുള്ള ബഹുമാനപ്പെട്ട പീറ്റർ ആലക്കാടനായിരിക്കും. ഞാൻ കാഞ്ഞൂർ ഭവാനിയിലെ ശ്രീമുഖനഗരത്തിനടുത്തുള്ള ഏഴാട് സെന്റ് മേരീസ് ദേവാലയത്തിലേക്ക് ട്രാൻസ്ഫറായി പോകുന്നതാണ്. പ്രാർത്ഥിക്കാം. കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യഭോജനങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിനെയും നാഥായ നയിക്കും. സുഖവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായ നയിക്കും. ജീവൻ